അക്കൗണ്ടിംഗിൽ ഡെബിറ്റ് എന്നത് ഒരു അക്കൗണ്ടിൽ പണം ചേർത്തതിനെയോ അല്ലെങ്കിൽ ഒരു ബാധ്യത ലയബിലിറ്റി കുറച്ചതിനെയോ സൂചിപ്പിക്കുന്ന ഒരു എൻട്രിയാണ്. ഇത് സാധാരണയായി ഒരു അക്കൗണ്ടിന്റെ ഇടതുവശത്താണ് രേഖപ്പെടുത്തുന്നത്. ചുരുക്കത്തിൽ അക്കൗണ്ടിംഗിലെ ഡെബിറ്റ് എന്നത് ഒരു അക്കൗണ്ടിൽ പണം കൂട്ടാനോ അല്ലെങ്കിൽ ഒരു ബാധ്യത കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന ഒരു രേഖപ്പെടുത്തലാണ്. ഇത് അക്കൗണ്ടിംഗിലെ ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അതായത് ഓരോ ഡെബിറ്റിനും ഒരു ക്രെഡിറ്റ് ഉണ്ടാകും. ഉദാഹരണത്തിന്, നിങ്ങൾ പണം ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യപ്പെടുന്നു, പണം കൂടുന്നു. നിങ്ങൾ ഒരു സാധനം വാങ്ങുമ്പോൾ ആ സാധനത്തിന്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യപ്പെടുന്നു, ആസ്തി കൂടുന്നു. പണം പോകുന്ന അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു. നിങ്ങൾ ഒരു കടം വീട്ടാൻ പണം നൽകുമ്പോൾ നിങ്ങളുടെ കടത്തിന്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യപ്പെടുന്നു, ബാധ്യത കുറയുന്നു. സാധാരണയായി ആസ്തി ആസറ്റ്സ് അക്കൗണ്ടുകൾക്കും ചെലവുകൾ എക്സ്പെൻസസ് അക്കൗണ്ടുകൾക്കും ഡെബിറ്റ് വരുമ്പോൾ അവയുടെ ബാലൻസ് കൂടും. അതേസമയം ബാധ്യതകൾ ലയബിലിറ്റീസ് വരുമാനം റവന്യൂ ഇക്വിറ്റി അക്കൗണ്ടുകൾക്ക് ഡെബിറ്റ് വരുമ്പോൾ അവയുടെ ബാലൻസ് കുറയും.